ഇനി നമുക്ക് കോഴിയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കോഴിനെ കുറച്ച് ആളെല്ലാം കാണിച്ചിട്ടപ്പോൾ കോഴിനെ കാണിക്കാൻ നോക്കുന്നു. അപ്പം ഇന്ന് രാവിലെ കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയിരുന്നു. രാവിലെ മാത്രം ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന പരിപാടി ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കോഴിയുടെ തീറ്റ അവിടെ മുട്ടത്തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് അല്ലെങ്കിൽ അരി ഇങ്ങനെ നമുക്ക് ഒരു പാത്രം ഉണ്ടല്ലോ, കൊത്തി തിന്നാൻ പറ്റിയ പാത്രം, അത് ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ സ്ഥിരം ഉണ്ടാവും. അപ്പം അത് തീരുമ്പോൾ നിറച്ച് കൊടുക്കലാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള ചോറും പിന്നെ തവിടുണ്ടല്ലോ, തവിടൊക്കെ വെറുതെ കുഴച്ച് കൊടുക്കണം മാത്രമേ ഉള്ളൂ. അത് വൈകുന്നേരം ആകുമ്പോഴൊക്കെ തിന്ന് തീർക്കുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടമല്ല എത്തിയില്ല. അപ്പോൾ പിന്നെ മുട്ടത്തീറ്റ നമ്മൾ കൊടുക്കണം കേട്ടോ. മുട്ടത്തീറ്റ കൊടുത്തില്ലെങ്കിൽ അത് മുട്ടില്ല. ഇപ്പോൾ കുറച്ച് ദിവസം മുട്ടിടാറില്ലായിരുന്നു. അപ്പം മുട്ടത്തീറ്റ കൊടുക്കാണ്ടായിരുന്നു. പിന്നെ രാവിലെ ഒരു മുട്ട കിട്ടിയാൽ ഇട്ടത് രാവിലെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും 1-2 മുട്ട കിട്ടും. 4 പെടയുണ്ട് നമുക്ക്. മിക്ക ദിവസം 2 മുട്ട വെച്ച് കിട്ടാറുണ്ട്. മുട്ടത്തീറ്റ കൊടുക്കണമായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ അതിപ്പോൾ കൊത്തിക്കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഗ്രില്ലൊക്കെ ഇട്ട് കോഴിയുടെ കൊക്കെത്താത്ത രീതിയിലൊക്കെ ചേട്ടൻ എന്തോ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ കൊത്തി കുടിക്കാറില്ല. പിന്നെ നമുക്ക് അരി ഉണ്ടല്ലോ, അരി ആരെങ്കിലുമൊക്കെ തരും കോഴിയുള്ളാറിന്. ചിലർക്ക് വേസ്റ്റായി പോണ അരിയൊക്കെ നമുക്ക് വിളിച്ച് തരും. 5-10 കിലോ ഒക്കെ ചിലർ തരാറുണ്ട്. അപ്പം അതാരണം നമുക്ക് ഗോതമ്പ് മേടിക്കേണ്ട അധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ പൂവൻ കോഴി ഇങ്ങനെ പോയിട്ടില്ല. പൂവൻ കോഴി 1-2 പോയിട്ടുള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ തിരിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ വീട്ടിലെടുക്കാത്താറാണ്. അല്ലെങ്കിൽ വീട്ടിലെടുക്കുന്നവരാണെങ്കിൽ ഇത് കുഴപ്പമില്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ മറ്റേ കോഴിനെ വാങ്ങിക്കണല്ലേ നല്ലത്, നമ്മുടെ വീട്ടിലുള്ള കോഴിനെ വെക്കണമല്ലോ. പക്ഷെ നമ്മുടെ വീട്ടിലത് എടുക്കാൻ അത്ര ഇഷ്ടമല്ലാത്ത കാരണമാണ്. പിന്നെ ഇത് കോഴികൾ ഇതൊക്കെ തിന്നണ കാണാനും അല്ലെ കൊത്തിപ്പറക്കി തിന്നണ കാണാനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാഴ്ചകളാണ്. പിന്നെ നമ്മുടെ ബോഗൺവില്ല കഴിഞ്ഞല്ലത്തെ പോലെ അങ്ങനെ ബുഷായിട്ട് നിന്നിട്ടില്ല കേട്ടോ. ഇത് നാടൻ ബോഗൺവില്ലയാണ്. ഇത് ഇഷ്ടിക കളർ പോലത്തെ പൂ കാണാൻ ഭംഗിയാണ്. പക്ഷേ ഇത് അങ്ങനെ ബുഷാവൂല. ഇത് ശരിക്കും പറഞ്ഞാൽ നിലത്ത് വെച്ച് കൊടുക്കണം. നിലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത് നിറച്ച് പൂവായിട്ട്. പക്ഷെ കഴിഞ്ഞൊല്ലം നമുക്കിവിടെ വേറൊരു കളറ്, 2 കളറാണ് ഉള്ളത്. ഈ കളറ് ഇഷ്ടംപോലെ പൂവായിട്ട് ബുഷായിട്ട് നിൽക്കണ്ടായിരുന്നു. പക്ഷേ ഈ കൊല്ലം നമുക്ക് അത്രതായിട്ട് വന്നിട്ടില്ല. ഇത്തിരി വളവും കൂടിയൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. എന്നാലേ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോ ആകുമ്പോൾ അടുത്ത ദിവസം കാണാം.